മനപ്പൊരുത്തമുള്ള ഈമാനുള്ള ഭാര്യ ഭർത്താക്കന്മാരാവാനുള്ള ദുആയാണിത്. കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാർ കൺകുളിർമയുള്ള ഭാര്യമാരെ കിട്ടാൻ ഇത് ദുആ ചെയ്യണം. വിവാഹം ചെയ്യാൻ പോകുന്ന പെൺകുട്ടികൾ കൺകുളിർമയുള്ള ഭർത്താവിനെ ലഭിക്കാൻ ദുആ ചെയ്യണം. കൺകുളിർമ എന്ന് പറഞ്ഞപ്പോ ഈ ഭൗതിക ശരീരത്തിന്റെ ഭംഗി അല്ലല്ലോ. സത്യത്തിൽ അത് അല്ലാഹു പറഞ്ഞ പോലെ ജീവിക്കുന്ന സംസ്കാര സമ്പന്നനായ ഒരാളായിരിക്കുക, ഒരു പെണ്ണായിരിക്കുക. ഇതാണല്ലോ കൺകുളിർമ. അല്ല പറഞ്ഞ പോലെ ജീവിക്കുന്ന ആളാവുക. അത് തരണേ റബ്ബേ. കല്യാണം കഴിച്ചു പോയവർ, വിവാഹിതരായി കഴിഞ്ഞവർ, മക്കൾ ജനിച്ചവരൊക്കെ തന്നെ സ്വന്തം മക്കളിൽ നന്മ കാണാതെ വരുമ്പോ, സ്വന്തം ഭാര്യയിൽ നന്മ കാണാതെ വരുമ്പോ ദുആ ചെയ്യണം. ഈ ദുആ വിവാഹം കഴിഞ്ഞ പെണ്ണുങ്ങൾ അവരുടെ ഭർത്താക്കന്മാർ ദുർനടപ്പുകാരായി ജീവിക്കുമ്പോ അവരെ നന്നാക്കി തരാൻ വേണ്ടി ഈ ദുആ ഇറക്കണം. എല്ലാവർക്കും പറ്റിയ ദുആയാണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇതിന്റെ അവസാന ഭാഗം വളരെ പ്രത്യേകതയാണ്. എന്താ ദുആ ഇറക്കുന്നത്? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ. പെണ്ണ് പറയുമ്പോ ഇതിന്റെ അസ്വാജ് എന്ന് പറയുമ്പോ എന്റെ ഭർത്താവ് എന്നായി, ഭർത്താവ് പറയുമ്പോ ഇതിന്റെ അർത്ഥം എന്റെ ഭാര്യ എന്നായി. രണ്ടിനും പറയാൻ പറ്റിയ വാക്കാണ്. ഖുർആൻ അങ്ങനെ അത്ഭുതകരമായ പല വാക്കുകളും ഖുർആൻ പ്രയോഗിക്കും. റബ്ബനാ, ഞങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവേ, ഹബ് ലനാ മിൻ അസ്വാജിനാ. ഇത് കുടുംബം നന്നാവാനുള്ള ദുആയാണ്, ഉമ്മത്തിന്റെ സംസ്കാരം നന്നാവാനുള്ള ദുആയാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഓശാരമായി നൽകണമേ. മിൻ അസ്വാജിനാ, ഞങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാരിൽ, വദുർരിയാതിനാ, ഞങ്ങളുടെ മക്കളിലും നൽകണമേ. എന്ത്? ഖുർറത അഅ്യുനിൻ, കൂൾനെസ് ഓഫ് ഐസ്, ഞങ്ങളുടെ കണ്ണിന്റെ കുളിർമയെ തരണം പടച്ചവനെ. കണ്ണിന്റെ കുളിർമ തരണം റബ്ബേ. കണ്ണിനെ കണ്ണഞ്ചിപ്പിക്കണം. എന്താ? സന്തോഷം നൽകണം ഭാര്യയിലും ഭർത്താവിലും മക്കളിലും. ഇത് കുടുംബനാഥൻ ദ്വാരക്കാണ്. എന്നിട്ട് എന്താ അവസാനം പറയുന്നത്? വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. മുത്തഖീങ്ങൾക്ക് ഇമാമായി നിൽക്കാൻ പറ്റിയവരായി ഞങ്ങളെ മാറ്റിത്തരേണമേ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ദ്വാരന്നിട്ട് മക്കളെ നന്നാക്കി തരണേ, ഭാര്യ നന്നാക്കി തരണേ എന്ന് മാത്രം പറഞ്ഞു നിർത്തല്ല. അവരൊക്കെ നന്നായാൽ മതി, ഞാനിനി ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോയാൽ മതി, അങ്ങനെയല്ല. മക്കള് സ്മോക്ക് ചെയ്യരുത്, അവര് കള്ളുടിക്കരുതെന്നൊക്കെ വാപ്പാക്ക് നല്ല നിർബന്ധമുണ്ട്. പക്ഷെ വാപ്പാക്ക് നിർത്താനാവില്ല. അതല്ല, ഈ ദ്വാരുന്ന വാപ്പയും മാറും. വാപ്പ എന്താ പറയണത്? മക്കളെ നന്നാക്കണേ, ഭാര്യയെ നന്നാക്കണേ എന്ന് പറഞ്ഞിട്ട് അവസാന ഭാഗം വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. മുത്തഖീങ്ങൾക്ക് ഇമാമായി നിൽക്കാൻ പറ്റിയവരാക്കി തരണം. ആരാ ഇമാം എന്ന് പറഞ്ഞാൽ? മുമ്പിൽ നിന്നിട്ട് ആ ഇമാം ചെയ്യുന്നത് പോലെ മഅ്മൂം ചെയ്യാം. അപ്പൊ പടച്ചോനെ, മക്കളെയും ഭാര്യയൊക്കെ നന്നാക്കി തരണേ എന്ന് പറഞ്ഞിട്ട് അവസാനം മുത്തഖീങ്ങൾക്ക്, ഇവരൊക്കെ നന്നായ മുത്തഖീങ്ങളായി, അവർക്ക് ഇമാമായിട്ട്, അവർക്ക് മുമ്പിൽ നിൽക്കാൻ പറ്റിയ ആളാക്കി എന്നെ മാറ്റിത്തരണം. ഇത് പറഞ്ഞ മതമാണ് പരിശുദ്ധ ഇസ്ലാം. എന്തൊരു ദുആയാണ്, എന്തൊരു ദുആയാണ്. എന്നെ ഇമാമാക്കണം, എന്റെ മക്കൾ എന്നെ കണ്ടുപിടിക്കണം, എന്നെയും നന്നാക്കി താ റബ്ബേ എന്നായി പോയി. വിവാഹിതൻ പ്രാർത്ഥിക്കേണ്ടത്: അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹ വഖൈറ മാ ജബൽതഹ അലൈഹി വഅഊദു ബിക മിൻ ശർരിഹ വശർരി മാ ജബൽതഹ അലൈഹി. അല്ലാഹുവേ, അവളുടെ നന്മയും നീ അവളെ ഏതൊരു സ്വഭാവത്തിൽ സൃഷ്ടിച്ചുവോ അതിന്റെ നന്മയും ഞാൻ നിന്നോട് ചോദിക്കുന്നു. അവളുടെ തിന്മയിൽ നിന്നും, അവളെ നീ സൃഷ്ടിച്ചത് ഏതൊരു സ്വഭാവത്തിലാണോ അതിന്റെ തിന്മയിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. اللهم إني أسألك خيرها وخير ما جبلتها عليه وأعوذ بك من شرها وشر ما جبلتها عليه.